ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് എനിക്ക് വളരെ ഇഷ്ടമില്ലാത്തൊരു അന്തരീക്ഷമാണ്. എന്താ വെച്ചാൽ നല്ല മഴക്കാറുണ്ട്, എന്നാൽ നല്ല രീതിയിൽ മഴ പെയ്യണമില്ല. അങ്ങനെ ഒരു ചീഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയമാണ് കേട്ടോ. നമുക്ക് മുറ്റടിക്കാനും പറ്റൂല, പക്ഷെ മുറ്റടിക്കാനൊരു ത്വര നമുക്ക് ഉണ്ടാവും ചെയ്യുന്ന. ചെറിയ രീതിയിൽ മഴ ഉണ്ടായതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങാനും പറ്റൂല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ മഴക്കാരൊക്കെ ഒന്ന് നീങ്ങി പോകുമ്പോഴത്തേന് നമുക്ക് കുറച്ച് നേരം അകത്തത്തെ പരിപാടിയൊക്കെ അങ്ങോട്ട് കഴിക്കാമെന്ന്. ഞാൻ വീഡിയോ ഓണാക്കിയത് കണ്ടിട്ട് അവസാനം എന്തൊക്കെയോ വന്ന് പറയണൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ചിരിയും കളിയാണ്. ഡൈനിങ് ഹാളൊക്കെ ഞാൻ എന്നും ക്ലീൻ ആക്കണം, എന്നാലും ഇവന്മാർ വരുത്തിയിട്ട് നല്ല കച്ചറ ഉണ്ടാവും. ഞങ്ങൾ ആരെങ്കിലും വരുമ്പോഴാണ് ഇങ്ങനെ കച്ചറ ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ അമ്മ ഒറ്റക്കാകുമ്പോൾ ഇവിടെ നല്ല വൃത്തിയാണ് ഈ കാരം. എൻ്റെ അമ്മ ഇന്ന് രാവിലെ തന്നെ കിച്ചൻ്റെ ക്ലീനിങ് ഒന്നും പറഞ്ഞിട്ട് ഇറങ്ങിക്കണം കേട്ടോ. റേക്കൊക്കെ ക്ലീൻ ആക്കുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരിക്കണം എന്തായാലും നടക്കൂല, ഈ കുട്ടികളേറ്റാവൊന്നും പറ്റൂല എന്നുള്ളത്. പക്ഷെ ഞാൻ നോക്കിക്കൊണ്ട് ഇതിക്ക് ഇത് വരണ്ട, എൻ്റെ കാര്യങ്ങൾ എന്താ വെച്ചാൽ നോക്കുന്നൊക്കെ പറഞ്ഞ് വലിയ ആളെ കണ്ടതിന് നിന്നിക്കണം കേട്ടോ. കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ട് എടുത്ത് വെച്ച് അവിടുന്ന് മറ്റോടത്തേക്ക് എടുത്ത് വെച്ച് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ലാസ്റ്റ് ഇറങ്ങിപ്പോയിട്ടാ. ഞാൻ സ്ഥിരം പരിപാടി ആദ്യം തന്നെ എൻ്റെ പാത്രം മോറൽ കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പാത്രം മോറൽ കഴിഞ്ഞാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ കിച്ചൺ എപ്പോഴും ക്ലീൻ ആയി കിടക്കണമെങ്കിൽ ഉണ്ടല്ലോ, ഈ സിങ്കിൽ പാത്രങ്ങൾ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഈ സിങ്കിൽ പാത്രങ്ങൾ കിടന്നാൽ തന്നെ കിച്ചൺ ഒരു വൃത്തികേടാണ്. അപ്പം ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കലുണ്ട് ട്ടോ. അത് പരമാവധി ഞാൻ സിങ്കിൽ പാത്രങ്ങൾ ഇടാതെ ശ്രമിക്കലുണ്ട്. അത് ഇവിടെ ആണെങ്കിലും അവിടെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ചില സമയത്ത് നമുക്കൊരു മടി ഉണ്ടാവുമല്ലോ, പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് വരുന്നൊരു മടി. ആ മടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒരു പാത്രമൊക്കെ ചിലപ്പം സിങ്കിൽ കിടന്നെന്നും വരും. അങ്ങനെ ഞാൻ ഇന്ന് ഉമ്മാട് പറഞ്ഞു നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ എന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടാക്കി. അത് പറഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ് ഇത് ട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇടയിൽ ബിസ്ക്കറ്റ് എടുത്ത് തിന്നുക. പണിയും കാര്യങ്ങളൊന്നും നടക്കണില്ല. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ബിസ്ക്കറ്റ് എടുത്ത് തിന്നേണ്ടിയിരുന്നു പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളി ഇപ്പം പടയെന്ന് ഉണ്ടാക്കി കാണിച്ചു തരാറുണ്ട്. അങ്ങനെ ഞാൻ റാക്കൊക്കെ ക്ലീൻ ആക്കി. ഇത് ഞാൻ വെറുതെ ക്ലീൻ ആക്കട്ടെ, എന്തായാലും ഞാൻ ഒന്നുകൂടെ ഇവിടെ ക്ലീൻ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാലും എൻ്റെ സമാധാനത്തിന് ഞാൻ കിച്ചൺ അങ്ങോട്ട് നീറ്റാക്കിയിട്ട് ഇനി നമുക്ക് അകം ഒന്ന് ക്ലീൻ ആക്കും. ഇന്നലെ എന്തോരം ഞാൻ തട്ടിക്കൂട്ടി അടിച്ചൊരിതാണെന്നറിയാം. എന്നിട്ടും ഡൈനിങ് ഹാളിലൊക്കെ നല്ല കച്ചറുണ്ട്. ഞാൻ അങ്ങനെ വിചാരിക്കും എവിടുന്നാ ഈ കച്ചറ വരുന്നതെന്ന്. എന്നിട്ട് പിന്നെയും ഞാൻ കിച്ചണിക്ക് വന്ന് നോക്കിയപ്പോൾ ഉമ്മ ചിക്കനൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിങ്ങനെ കേട്ടോ. ചിക്കനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉമ്മാൻ്റെ പെരീത്തെ ഫ്രിഡ്ജിലാണ് കൊണ്ടുപോയേക്കുക. ഞങ്ങളെ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആണല്ലോ, ഇനി ഉമ്മാക്കൊരു പുതിയ ഫ്രിഡ്ജ് കിട്ടണം. ഇപ്പം അതിനെ ചൊല്ലിയിട്ടുള്ള പാട്ടാണ് കേട്ടോ. നേരം വെളുത്ത് കെടുക്കോളം പറയും എനിക്കൊരു സമാധാനമില്ല, ഇനി എന്നാ ഒരു ഫ്രിഡ്ജ് വാങ്ങാന്നാവോ, ഭയങ്കര ഇടങ്ങേറായി എന്നൊക്കെ പറയും. ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണല്ലോ അല്ലേ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് പച്ചക്കറികളൊക്കെ ഞങ്ങളിപ്പോഴും അതിൽ തന്നെ വെക്കും, അത് വർക്ക് ചെയ്യില്ലെങ്കിലും. പക്ഷേ ഇറച്ചി മീനൊന്നും നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാനവിടെ ക്ലീൻ ആക്കിയിട്ടു എൻ്റെ അമ്മ ദാ വെളുത്തുള്ളി ഉണ്ടാക്കുകയാണ്. ഇതിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കലാട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ്. പക്ഷേ ഇപ്പോൾ ഫ്രിഡ്ജ് കേടായതുകൊണ്ട് ഇങ്ങനെ വെക്കൂല, അപ്പം ഉണ്ടാക്കലാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു 2 മിനിറ്റ് ഞാൻ ഫോൺ എടുത്തു. 2 മിനിറ്റുള്ളത് പിന്നെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നി എടുക്കേണ്ടിണ്ടായിരുന്നില്ലെന്ന്. നമ്മളെ മഴ ചെറുതായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം മിറ്റടിച്ചു വരും. ഇന്ന് മിറ്റടിച്ചു വരണ്ടാന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷെ എന്തോ മുറ്റം ക്ലീൻ ആയില്ലെങ്കിൽ നമ്മളെ പെരതീനും വൃത്തി ഉണ്ടാവില്ലല്ലോ. പിന്നെ ടേബിൾ ഞാൻ പെനോയിലൊക്കെ എന്താണ് ആക്കിക്കാണ്ട് ഒന്ന് തുടക്കുന്നുണ്ട് കേട്ടോ. ഇവർ ചായയും കടിയും കുടിച്ചുകൊണ്ട് ചിലപ്പോൾ തീമലൊക്കെ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈച്ച സാറ് എപ്പോഴും ഉണ്ടാവും ഇവിടെ. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളെ കൂടെ വരുന്നതാട്ടോ ഈച്ച സാറ്. ഉമ്മ ഒറ്റക്കാകുമ്പോൾ ഈച്ച ഒന്നും ഉണ്ടാവലൊന്നുമില്ല. ഉമ്മ എപ്പോഴും പറയും നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ഇവിടെ ഈച്ച എറുമ്പൊക്കെ വരലെന്ന്. കുട്ടികൾ മധുരം ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട്. അങ്ങനെ ഉമ്മാൻ്റെ നെയ്ച്ചോറിൻ്റെ ഉള്ളി ചെറിയ രീതിയിലൊന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ അതിൻ്റെ വെള്ളത്തിൻ്റെ കളർ അങ്ങനെ കാപ്പി കളറായിട്ട്. പിന്നെ ഞാൻ അസാനുവിൻ്റെ സൗണ്ടൊന്നും കേൾക്കാത്തതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കൊലൈ ഭാഗത്തേക്കൊന്ന് പോയി നോക്കി. കുറച്ച് നേരം പിന്നെയും അവിടെ നോക്കിയിരുന്നു. എന്നിട്ട് ഉമ്മാൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്നുള്ള സമാധാനത്തിൽ കിച്ചണിക്ക് ഞാൻ നല്ല പാട്ടും പാടി തുള്ളി വന്ന് നോക്കിയപ്പോൾ ഇപ്പോഴും ഉമ്മ അരി തീമട്ടിട്ടില്ല. അപ്പം ഞാൻ ഉമ്മാട് പറഞ്ഞു ഇതെത്താ നിങ്ങളെ കഥ, എപ്പോഴും അരി നിങ്ങൾ തീമട്ടിട്ടില്ല, ഇനി എപ്പോഴാ ഇതൊക്കെ ആവലേന്ന്. അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ വാക്കും കേട്ടുകൊണ്ട് എന്നാൽ വെള്ളം തളിച്ചിട്ട് ഇനി വേഗം അരി അങ്ങോട്ട് ഇടാന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞില്ലേ റേക്ക് പിന്നെയും പരക്കുന്നത് ആ പരന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊലയ് ഞാൻ ക്ലീൻ ആക്കിയിട്ടിരിക്കണ കൊലയൊക്കെ അടിച്ചൊരി തുടച്ചിട്ടതാട്ടാ. പിന്നെ ഞാൻ ഡൈനിങ് ഹാളൊക്കെ തുടച്ചാലും ഞാൻ അമ്മയോട് പറഞ്ഞു ഇറച്ചിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, കറി ഞാൻ വെച്ചോളാന്ന്. ഈ സവാള അരിയൽ ഭയങ്കര ടാസ്ക് അല്ലേ, അതുകൊണ്ട് അത് ആദ്യം കഴിച്ചു. പിന്നെ ഞാൻ തക്കാളി അത് അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ടട്ടോ. ഞാൻ അവരോട് പറഞ്ഞതാണ് ഞാൻ വീഡിയോക്ക് സൗണ്ട് കൊടുക്കുകയാണെങ്കിൽ വർത്താനം പറയരുത്. പക്ഷേ എന്താ ചെയ്യുക, എൻ്റെ അമ്മ പിന്നെ പിന്നെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ തക്കാളിയൊക്കെ ഉണ്ട് അരിഞ്ഞു വെച്ചു. എന്നാൽ പിന്നെ നമുക്ക് അടുക്കളയും കൂടി തുടച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നല്ല വൃത്തിയിൽ അങ്ങോട്ട് ഇറച്ചി ഉണ്ടാക്കാമല്ലോ, കറി ഉണ്ടാക്കാമല്ലോ, വേറെ പരക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ പരമാവധി പാത്രങ്ങൾ കുറച്ചിട്ടാട്ടോ കുക്ക് ചെയ്യുക. അപ്പോൾ അടുക്കള ഭയങ്കര ഒരു വൃത്തികരം, അതായത് ഉപയോഗിച്ച പാത്രം കഴുകിക്കാണ്ട് തന്നെ വീണ്ടും ഉപയോഗിക്കുക. അത് ഭയങ്കര
എളുപ്പമുള്ളൊരു സംഭവമാണ് കേട്ടോ. നമ്മൾക്ക് കിച്ചണൊന്നും വൃത്തികേടാവാതെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. ചോറ് ഉമ്മ കൊലയുമ്പോൾ പോയിരുന്നു. എന്നോട് ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കിക്കോ, കിച്ചണും ക്ലീൻ ആക്കിക്കോ, ഇറച്ചി ഉണ്ടാക്കിക്കോ എന്നും പറഞ്ഞ് മുപ്പത്തിയേര് മെല്ലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതീയിൽ ഞാൻ ചോറ് അവിടെ സെറ്റാക്കി വെച്ചു. എന്നിട്ട് ഇറച്ചിൻ്റെ പരിപാടിക്ക് കിടന്നു. ഇമ്മാൻ്റെ പൈപ്പ് ഇപ്പോഴും നേരായിട്ടില്ല. കുറച്ച് വെള്ളം വരുള്ളൂ. അതിൻ്റെ ദേഷ്യം എൻ്റെ മുഖത്ത് നല്ല ഉണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട്. 5 മിനിറ്റിൻ്റെ പണി 10 മിനിറ്റ് ആവുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പിന്നെ കിച്ചണും തുടച്ചു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ ഞാൻ ചിക്കൻ കറി ഇപ്പം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കിച്ചണും കൂടി അങ്ങോട്ട് തുടച്ചിടട്ടെ. എന്നിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാറ് ഞാൻ മടിഞ്ഞ് പരക്കാനൊന്നും ഇല്ലല്ലോ. അത് ഉണ്ടാക്കിയാൽ മാത്രം മതിയല്ലോ. അങ്ങനെ അങ്ങോട്ട് തുടച്ചു കൊടുത്തു. ഞാൻ ചിക്കൻ കറീൻ്റെ പരിപാടിക്ക് അങ്ങോട്ട് കടന്നു. സാധാ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി. ഈ പാത്രം ഉണ്ടല്ലോ, ഈ പാത്രം എടുക്കാതെ വെച്ചൊരു ചട്ടിയെന്ന് കേട്ടോ. ഇത് ഞാൻ വന്നേരം റേക്കുമ്പോൾ ഞാൻ എടുത്തത്. പക്ഷേ എനിക്ക് ഈ പാത്രം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അടി പിടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ അമ്മയോട് പറയണം എനിക്കും വേണം ഇങ്ങനത്തെ ഒരു പാത്രം മേടിക്കുക എന്ന്. നല്ല സൂപ്പർ പാത്രം. പിന്നെ കുക്കറിൽ ഇട്ടാൽ എളുപ്പമാണ് ചിക്കൻ കറി. പക്ഷേ എനിക്കെന്തോ കുക്കറിൽ ഇടുന്ന ചിക്കൻ കറി ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ ഇങ്ങനത്തെ ചട്ടിയിൽ കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നാൽ ചട്ടിയിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മസാലപ്പൊടികളൊക്കെ ഒരു പാത്രത്തേക്ക് കറിക്ക് വേണ്ടത് ആദ്യം തന്നെ ഇട്ടേക്കും. അത്രയും സമയം ലാഭമാണ് നമുക്ക്. എന്നിട്ട് അതൊക്കെ ഒരുമിച്ച് ഇട്ട് കൊടുത്തു. അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഉപ്പും പാകത്തിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മസാലകളൊക്കെ അങ്ങോട്ട് സെറ്റായി വരുമ്പോൾ ഇനി ഇതിലേക്ക് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതാണ് എൻ്റെ പ്ലാന്. എന്നിട്ട് പോയി കുളിക്കണം. കുളിക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ചൂടുവെള്ളം ഉണ്ടാക്കി അങ്ങോട്ട് വെച്ചാലോ, എന്നിട്ട് അതിൽ കുളിച്ചാലോ എന്നൊക്കെ. കുട്ടികളെ രണ്ടാളെ ഞാൻ കുളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇന്നലെ ഞാൻ ഈ സമയത്തൊക്കെ നല്ല ഉറക്കമായിരുന്നു. എന്താണെന്നറിയില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ അത് അടുപ്പത്തിട്ട് ഞാൻ കുളിക്കാൻ അങ്ങോട്ട് പോയി. കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. അസാനും ഇവിടെ ഇല്ല, ഉമ്മാൻ്റെ പൊരേക്ക് പോയിട്ടുണ്ട് ട്ടാ. എന്തോ തൈരോ പപ്പടോ എന്തോ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. വള്ളം പോലെ ആയ ഒരു രസം ഉണ്ടാവില്ലല്ലോ. പിന്നെ അമ്മ പപ്പടമായിട്ട് വന്നപ്പോൾ ഞാൻ പപ്പടം അങ്ങോട്ട് പൊരിച്ചു. ഈ കുഞ്ഞ് ചട്ടിയിൽ പപ്പടം പൊരിക്കാൻ നല്ല സുഖമുണ്ട്. എൻ്റെ അമ്മക്ക് ഇങ്ങനത്തെ ചട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ ചട്ടി. അപ്പോൾ തൂമ്പിക്കാനൊക്കെ നമ്മൾ വലിയ ചട്ടി എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു റിസ്ക് അല്ലേ. അങ്ങനെ ഏതായാലും എൻ്റെ അമ്മ ഞങ്ങളെ അഭ്യർത്ഥന പരിഗണിച്ച് ഒരു കുഞ്ഞ് ചട്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും ഉമ്മയും എല്ലാവരും കൂടി ചോറുന്നു. അല്ലുവിനും അസാനും ഞാൻ ആദ്യം തന്നെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. തൈര് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, അച്ചാറും ഉണ്ടായിരുന്നു. എന്തോ ഒരു വല്ലാത്ത സന്തോഷമല്ലേ നമ്മൾ പെരയിൽ വന്ന് നമ്മളിങ്ങനെ ചോറുന്നുമ്പോൾ. പിന്നെന്താ, പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ